ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ വെറൈറ്റി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ഒരു പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഈ ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു പച്ച മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ അവിടെ ഒരു മിക്സിൻ്റെ ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു 12ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായതുകൊണ്ടാണ്, വലുതാണെങ്കിൽ 10 തന്നെ മതിയാവും കേട്ടോ. നമ്മളൊരു 1/2 കിലോ അളവിൽ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. പിന്നെ അതാ ഒരു 4 വറ്റൽമുളക്, ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം. ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൊത്തമായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇതൊന്ന് ചതയുന്ന രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടിയോളം കറിവേപ്പിലയും, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇട്ടോ വരുന്നത്. അപ്പോൾ അതാ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ അതാ ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ. ഇനി ഇതാ ഒരു 1/2 കിലോ ചിക്കന് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്, നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈവച്ച് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ്, മിനിമം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റാണ് മാറ്റി വെക്കുന്നത് കേട്ടോ. ഒരു 15 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്കാണ് മാറ്റി വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒരു മസാലയൊക്കെ അതിന് നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എരിവ് ഞാൻ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ അതിൽ വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ ഇനി നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. നിങ്ങളിത് രാത്രിയിലൊക്കെ ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. സമയമുണ്ടെങ്കിൽ എത്രത്തോളം വെച്ചാൽ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ദാ ഞാനിവിടെ ഒരു 2 മണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതായിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് സെറ്റായിട്ട് മസാലയൊക്കെ നല്ലപോലെ തന്നെ ഇതിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ടാണ് ഒരുപാട് മുളക് പൊടി ഇടാത്തത്. പിന്നെ കളറ് ഒന്നും ചേർത്തിട്ടില്ല, നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കരുത്, കാരണം നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോയിട്ട് ഉൾഭാഗം ഒന്നും വേവാതായി പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നേരെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് സാവധാനം നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് തന്നെ ഒരു ഭാഗം മുരിഞ്ഞ് വരുന്ന
വന്നിട്ട് മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ, എന്നിട്ട് മാത്രമേ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇളകിപ്പോവും. അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഒരു ഭാഗത്ത് നല്ലപോലെ തന്നെ ഒരു മസാല എണ്ണയിൽ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുക്കലാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ ഒരു സൈഡ് നന്നായിട്ട് തന്നെ റെഡിയായി വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. അപ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റായി വരുന്നത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിക്കായി കിട്ടുന്ന സമയത്ത് നമുക്ക് നേരെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ആ നമ്മുടെ സൂപ്പറായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇതിൽ നിന്ന് മൊത്തമായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഞാനൊന്ന് നടുവിൽ കീറിയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വറുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പച്ചമുളക് ജസ്റ്റ് ഒന്ന് നടുവിലൊന്ന് കീറിയിട്ട് കൊടുത്തതാണ്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് നമ്മൾ നേരെ ആ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടെടുക്കുക. ഇനി എന്താണ്, വേറെ പണിയൊന്നുമില്ല, നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രത്തോളം ചെയ്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. നമ്മൾ കോൺഫ്ലവറും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.